ഡീലിമിറ്റേഷൻ ബില്ല് നമ്മുടെ BJP സർക്കാർ പാസ് ചെയ്യാൻ നോക്കിയൊരു പർട്ടിക്കുലർ ബില്ല്. ഓൾമോസ്റ്റ് എല്ലാവരും ഇതിനെതിരെ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മുടെ കൺട്രി നിർത്ത് മാറ്റിയതുകൊണ്ട്. കേരളത്തിൽ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കൂടി, ഹെൽത്ത് കെയർ കൂടി, ഇതൊക്കെ കൂടിയപ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞു. ഭയങ്കര ഇതല്ലേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു BJP സുപ്രമസി ആവുമല്ലോ മൊത്തം. ഇത് ഒഫീഷ്യലി ഇത് പാസ്സാവുമെന്നൊന്നും പറഞ്ഞൊന്നും മോദിജി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഒന്നും പേടിക്കില്ല, നിങ്ങളെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല, ഇത് നല്ലതിന് വേണ്ടിയിട്ടാണ് പുള്ളി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളവരാണ് ഇന്ത്യ റൂൾ ചെയ്യാൻ പോണേ. അതിപ്പോൾ എന്തായാലും പുള്ളിയാണ് റൂൾ ചെയ്യത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല BJPയിൽ അത്രയും നല്ലൊരു ലീഡർ വേറെ ഉണ്ടെന്ന്. ഓക്കെ ഗൈസ്, സോ ഒഫീഷ്യലി വെൽക്കം ബാക്ക് കട്ടൻ ചായ ഡബിൾ ഡബിളിൻ്റെ നമ്മുടെ എപ്പിസോഡ് നമ്പർ 16. ഈ പോഡ്കാസ്റ്റ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുറേ റാൻഡം ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഞങ്ങളുടെ തോട്ട്സ് ഒപ്പീനിയൻ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന കുറച്ച് ടോപ്പിക്കുകളിൽ ഷെയർ ചെയ്യുന്നൊരു ചെറിയൊരു പോഡ്കാസ്റ്റാണിത്. അടുത്ത സംഭവം ഡീലിമിറ്റേഷൻ ബില്ലാണ്. നമ്മുടെ BJP സർക്കാർ പാസ് ചെയ്യാൻ നോക്കിയൊരു പർട്ടിക്കുലർ ബില്ല്. അത് പാസ് ചെയ്യാൻ തുടങ്ങി ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചില്ലെങ്കിൽ അതിൻ്റെ ആദ്യം അവതരിപ്പിച്ചപ്പോൾ മുതൽ ഓൾ ഓഫ് സഡൻ നോർത്ത് സൗത്ത് ആൾക്കാർ അഗെയിൻ ഫോർ നല്ല ഗുഡ് റീസൺസിന് വേണ്ടി ഒരു നല്ല ഡിസ്പ്യൂട്ടും ഫൈറ്റും നടക്കുന്നുണ്ട്. ഇവൻ പേപ്പർ കത്തിക്കുന്നു, അത് കത്തിക്കുന്നു, ഇത് കത്തിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ വാറ്, അത് സംഭവങ്ങൾ. സോ എനിക്കൊന്ന് ഇത് പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബില്ലാണ്. 52, 62, 72 എനിക്കൊന്ന് അവസാനമായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ചെയ്തപ്പോഴുള്ള ഐഡിയ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ ആസ് എ കൺട്രിയിൽ പോപ്പുലേഷൻ കൂടുന്നതിൻ്റെ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യുവൻസി തിരിക്കുന്നത്. അപ്പോൾ അത് വിത്ത് റെസ്പെക്ട് ടു പോപ്പുലേഷൻ ആ ഒരു ഡിവൈഡ് മാറ്റണം. അപ്പോൾ പോപ്പുലേഷൻ ലെറ്റ്സ് ഇപ്പോൾ കേരളത്തിൽ കുറഞ്ഞു വരുന്നതുകൊണ്ട് അപ്പോൾ കൂടുതലുള്ള സ്റ്റേറ്റുകൾക്ക് കൂടുതൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും നമ്മുടെ പാർലമെൻറ്റിലേക്ക്. ആൻഡ് ലെറ്റ്സ് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ MPസിൻ്റെ എണ്ണം കൂട്ടും, അങ്ങനെയൊക്കെ സംഭവങ്ങൾ. അതാണ് ബേസിക്കലി ആ ഒരു ബില്ലിൻ്റെ ആ സമയത്ത് ഐഡിയ. ആ സമയത്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഫിക്സ്ഡ് നമ്പർ ഓഫ് MPs. എനിക്ക് 540 സംതിങ് എന്തോ ആ ഒരു MPs നമ്മളെ ഓവറോൾ ഇന്ത്യക്ക് റെപ്രസെൻറ്റ് ചെയ്തുള്ളത്. ഓരോ സ്റ്റേറ്റിന് ഇത്രയും നമ്പേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് കൂടുതലുള്ള സ്റ്റേറ്റിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. കാര്യം അവിടെ അത്രയും പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അവരുടെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത്രയും പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അന്നും 3 വന്നു, ഇപ്പോൾ ലെറ്റ്സ് 3 ടൈംസ് പോപ്പുലേഷനായി, ഇപ്പോഴും 3 പേര് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് കുറയ്ക്കണം. അപ്പോൾ അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻ്റ് ഈസ് കേരളം പോലത്തെ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യും? കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പോപ്പുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. എക്കോണമിക്ക് നല്ലതാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, പോപ്പുലേഷൻ കുറയുന്നു. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴത്തേനും പിന്നെ ഞങ്ങൾ എന്തിനാണ് കഷ്ടപ്പെട്ട് പോപ്പുലേഷൻ കുറയ്ക്കുന്നതാണ് കേരളത്തിന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ ഒക്കെ ആർഗ്യുമെൻറ്റ്. കാര്യം ഞങ്ങൾ പോപ്പുലേഷൻ കുറയ്ക്കുന്നു, UP ചുമ്മാ പോപ്പുലേഷൻ കൂട്ടുന്നു, അവിടെ അവിടെ മാൻഫോഴ്സിന് ആഡില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ അവിടെ പോപ്പുലേഷൻ കൂടുന്നു, ഞങ്ങളുടെ ഇവിടെ പോപ്പുലേഷൻ കുറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എന്തിനാ അഡ്വാൻറ്റേജ്? അപ്പോൾ ഞങ്ങളും പോപ്പുലേഷൻ കൂട്ടണോ, എന്താ സംഭവം? അപ്പോൾ അത് ആ ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ റെസൊല്യൂഷനൊക്കെ നടന്നു വരിക. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി മേ ബി ഷൈനോന്ന് സ്റ്റാർട്ട് ചെയ്യും. ഷൈനോക്ക് എന്താ ഇത് ബില്ലിൽ തോന്നുന്നത്? ഷൈനോ BJPയുടെ മെമ്പറാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇതിനെതിരെ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം കേരളവും തമിഴ്നാടും സൗത്ത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സൊക്കെ ആക്ച്വലി ഇതിനുവേണ്ടി കുറേ പരിശ്രമിച്ചിട്ടായി പോപ്പുലേഷൻ കുറച്ചത്. പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മുടെ കൺട്രി നിർത്ത് മാറ്റിയതുകൊണ്ട്, പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കൂടി, ഹെൽത്ത് കെയർ കൂടി, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എല്ലാം ഇതൊക്കെ കൂടിയപ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവർ നേരെ തിരിച്ചു. അപ്പോൾ ഇപ്പം പോപ്പുലേഷൻ കുറഞ്ഞ് ഇപ്പം നമുക്ക് അടിയായി. നമ്മളിപ്പം ഇതിനുവേണ്ടി ചെയ്തതാണ് പോപ്പുലേഷൻ കുറച്ചത്, നമുക്കിപ്പം അടിയായി. അപ്പം കൂടുതൽ പോപ്പുലേഷനുള്ള സ്റ്റേറ്റ്സിനൊക്കെ കൂടുതൽ റെപ്രസെൻറ്റേറ്റീവ്സ് കിട്ടും. നമുക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു അവിടെ വലിയ ഇതില്ല, കേരളത്തിലൊന്നും വലിയ BJPയുടെ ഭരണമൊന്നും അല്ലാത്തതുകൊണ്ട് ഓൾറെഡി നമുക്ക് ഒരിതുണ്ട് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനോട്. ഇപ്പോൾ ഇനി നമുക്ക് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരും കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊട്ടും ശരിയാവില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ പുള്ളി എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ചെയ്താണെന്നറിയില്ല, ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബില്ലും കൂടെ സൈഡിൽ കേട്ടിട്ടുണ്ട്. എന്താ ഇപ്പം വുമൻസിന് 1/3 ഓഫ് ദി സീറ്റ്സ് ഓൾറെഡി ബുക്കാണ് ഇതിനകത്ത്. അപ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനെ എതിർക്കാൻ പറ്റത്തില്ല. ഓൾറെഡി ഉള്ളതല്ലേ അത്? അല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ടോട്ടലിൽ 1/3 വുമൺ റിസർവ് ചെയ്തേക്കും. എണ്ണം കൂടും, 1/3 എന്നുള്ള സെറ്റപ്പ് നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ പറയും അവർ പെണ്ണുങ്ങൾക്ക് എതിരാണെന്ന് പറയും. അപ്പോൾ എതിർക്കാനും പറ്റത്തില്ല. എതിർത്ത് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കെതിരെ. അപ്പോൾ ഓൾറെഡി നീ വിശ്വസിക്കുന്ന റെപ്രസെന്റേഷൻ 1/3 അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല, വെച്ച് കയറട്ടെ, അതുകൊണ്ടൊന്നല്ല. വിമൻസിന് കൊടുക്കുന്നത് നല്ല കാര്യമാണ്, കൊടുക്കട്ടെ. പക്ഷെ അങ്ങനത്തെ ഇതിനകത്ത് വെക്കുമ്പോൾ നമുക്ക് എതിർക്കാനും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു മോദിജിയുടെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു, പുള്ളി കരയുമായിരുന്നു. കോൺഗ്രസിനാണെങ്കിൽ ഇപ്പം പിള്ളേരോട് ഇതില്ല, അവർക്കാണെങ്കിൽ അവർ എന്താ മഹിളകൾക്കെതിരെയാണെന്നൊക്കെ പറഞ്ഞു. പുള്ളിയാണെങ്കിൽ ആക്ച്വലി വിങ്ങിപ്പൊട്ടിയൊക്കെ ഒരു വീഡിയോ ഒക്കെ വന്നായിരുന്നു. അതിനിപ്പം നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഭയങ്കര ഇതൊക്കെ പ്രൊട്ടസ്റ്റൊക്കെ നടക്കുമായിരുന്നു. ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതോ ഒരു ന്യൂസ് ചാനൽ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് ഇപ്പം അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചു എന്തിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്തതെന്ന് അറിയുമോ? അപ്പോൾ പറഞ്ഞു പെണ്ണുങ്ങൾക്കെതിരെ എന്തോ സംഭവിക്കുന്നുണ്ട്, അതിനുവേണ്ടിയാണ്. എന്താണെന്ന് വെച്ചപ്പോൾ ആർക്കും ഒരു പിടുത്തമില്ല.
അവരെ ആരൊക്കെ പറഞ്ഞു കിട്ടേക്കുക നിങ്ങൾക്ക് എന്തൊക്കെ പറ്റുന്നുണ്ട്, നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം ഇവര് തന്നെ കാശ് കൊടുത്ത് ഇറക്കുന്നതായിരിക്കും. ആയിരിക്കും. അത് ഭയങ്കര പ്രൊട്ടസ്റ്റ്. പെണ്ണുങ്ങളൊക്കെ റോഡിലിറങ്ങി ഭയങ്കര പ്രൊട്ടസ്റ്റ്, ഞങ്ങൾക്ക് വിലയില്ല അതില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. ഈ സംഭവം നേരത്തെ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്ക് ഓൾറെഡി റിസർവേഷനൊക്കെ ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത് അതിനകത്ത് വെച്ചത് ടാറ്റിക്സ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ അതിനെ എതിർക്കാനും പറ്റത്തില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥയിലാണ്. എതിർത്ത് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കെതിരാന്ന് പറയും, പക്ഷേ ബാക്കിയൊന്നും നോക്കത്തില്ല കേട്ടോ. ആ ഒരൊറ്റ ക്ലോസേ നോക്കുള്ളൂ, പെണ്ണുങ്ങൾക്കെതിരാന്ന് പറയും. പക്ഷെ ഭയങ്കര ഇതല്ലേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു BJP സുപ്രമസി ആവുമല്ലോ മൊത്തം. പിന്നെ ഓൾറെഡി നോർത്തിൽ ഇപ്പൊ സീറ്റ്സ് കൂടുതൽ അവർക്ക് തന്നെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ പോപ്പുലേഷൻ വഴി നോക്കിക്കഴിഞ്ഞാൽ യു പി നിറച്ച് എനിക്ക് തോന്നുന്നു ഇവരുടെ ആൾക്കാരാന്ന് എനിക്ക് തോന്നുന്നു. ഫുള്ള് BJP ആണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മുടെ കേരളത്തിന് സീറ്റ് കുറയും, നോർത്തിലേക്ക് സീറ്റ് കൂടും. കേരളത്തിൽ ഇപ്പോൾ BJP കുറവായതുകൊണ്ട് അവർക്ക് BJP ആൾക്കാർ എണ്ണം കൂട്ടാൻ പറ്റും അങ്ങനെ നോക്കുവാണെങ്കിൽ. അപ്പോൾ കൂടുതൽ ആൾക്കാർ നോർത്ത് നിന്ന് വരുമ്പോഴത്തേക്കും അവിടെ BJP മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടി. കേരളത്തിൽ BJP എണ്ണം കുറവായതുകൊണ്ട് അപ്പോൾ അത്ര ആൾക്കാർ കുറയും, BJP അല്ലാത്ത മെമ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഒരു ഐഡിയ പോലെ ഉണ്ട് കാര്യം പറഞ്ഞു. അങ്ങനെ അവർക്ക് അടിപൊളിയാണ് ഈ ബില്ല് പാസ്സായാലും. പക്ഷെ ഇത് ഒഫീഷ്യലി ഇത് പാസ്സാവുമെന്നൊന്നും പറഞ്ഞൊന്നും മോദിജി പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഇതുകൊണ്ട് ഒന്നും പേടിക്കുകയില്ല, നിങ്ങളെ ഒരിക്കലും അഫക്ട് ചെയ്യില്ല, ഇത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പുള്ളി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒന്നും എന്തായാലും ചുമ്മാ ഇരിക്കും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു പാർട്ടി ഇത് ചെയ്യുന്നത് നല്ലതാണ്. സംഘിനോട് ചോദിക്കാം. സംഘിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഓക്കെ, സോ ഞാനിപ്പോൾ BJP സർക്കാരാണ്. അപ്പം എൻ്റെ ആർഗ്യുമെന്റ് ഇത്രേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ കൂടുക. ഇപ്പോൾ യു പി പോലത്തെ സ്ഥലങ്ങളിൽ ബെൻസ് ബൈ ലെറ്റ്സ് UPയുടെ ആളാണ്. അപ്പോൾ അവിടെയൊക്കെ പോപ്പുലേഷൻ കൂടുകയാണ്, നിങ്ങളുടെ പോപ്പുലേഷൻ കുറയുകയാണ്. അപ്പോൾ പോപ്പുലേഷൻ കൂടുതലുള്ള അത്രയും അവിടെ 3 ടൈംസ് പോപ്പുലേഷനായി. അവിടെ നിന്ന് സ്റ്റിൽ 4 ആൾക്കാർ വരുന്നുണ്ട്, നിങ്ങളുടെ അവിടെ നിന്ന് 2 പേര് വരുന്നുണ്ട്. നിങ്ങളുടെ അവിടെ നിന്ന് ഒരാൾ വന്നാൽ പോലും ഇത്രയല്ലേ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്താൽ പുള്ളിക്ക് അവിടെ 4 പേര് ഇപ്പോൾ ഒരാളും കൂടെ അവിടെ എക്സ്ട്രാ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്നതിന് എന്താ നീ എപ്പോൾ തന്നെ സൊല്യൂഷൻ പറയും? എനിക്ക് തോന്നുന്ന ഒരു രീതി നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് തന്നെയാണ് ഈ പറഞ്ഞ വോട്ട് ഇത് എല്ലാം. അപ്പോൾ ഇന്ത്യൻസിൻ്റെ എന്താ പറയുന്നത്, പോപ്പുലേഷൻ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. അതും നമ്മൾ നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യൻസ് തന്നെയാണ്. അതൊരു സംഭവമാണ്. പക്ഷേ അതിൻ്റെ ഒരു ട്രിക്കും ഉണ്ട്, പുള്ളിയുടെ മോട്ടീവും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പുള്ളി ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുള്ളവരാണ് ഇന്ത്യ റൂൾ ചെയ്യാൻ പോണേ. അതിപ്പോൾ എന്തായാലും പുള്ളിയാണ് റൂൾ ചെയ്യത്തുള്ളൂ. പുള്ളി ജീവനോടുള്ളിടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇങ്ങനെ ഇറക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഓൾറെഡി ഒരു ഇതായി, ഇന്ത്യ ഒരു BJP രാജ്യം പോലെ തന്നെയായി. ഇപ്പോൾ അത് പുള്ളി ഇനി സ്ട്രെങ്തൻ ആവും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പുള്ളിയോടുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. BJPയോടെ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പുള്ളി ഇപ്പോൾ ലെറ്റ്സ് മരിച്ചുപോയി, നാളെ എനിക്ക് തോന്നുന്നില്ല BJPയിൽ അത്രയും നല്ലൊരു ലീഡർ വേറെ ഉണ്ടെന്ന്. ഇവിടെ ഓറഞ്ച് കളർ കൊടുക്കുക, സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ വേറൊരാൾ വരും, അത്രേ ഉള്ളൂ. അതിപ്പം പുള്ളി എന്നൊരാളല്ല, അത് എല്ലാവർക്കും ഒരൊറ്റ ഇതേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. പുള്ളി അതിന്റെ ഒരാളാണ്. അമിത്ഷാ എന്ന് പറയുന്ന പുള്ളിയൊക്കെ എന്താ സെയിം, എല്ലാരും ഒറ്റ. അമിത്ഷാ മറ്റേ BCCID ആളല്ലേ? അല്ലല്ല, അത് പുള്ളിയുടെ മോൻ, ജയ്ഷാ പുള്ളിയുടെ മോൻ. എങ്ങനെ സൊല്യൂഷൻ കൊടുക്കും ഈ ഒരു സംഭവം പ്രശ്നത്തിന്? നീ എന്തൊരു വാറുണ്ടാക്കാൻ നോക്കുകയാണോ? ഇല്ലേ, ഈ പ്രശ്നത്തിന് എങ്ങനെ ഇപ്പൊ നീ ആയിരുന്നു എന്ന് വെച്ചോ, ലെറ്റ്സ് ഇപ്പൊ ഈ ആർഗ്യുമെന്റ് വന്നു, ഇപ്പൊ ലെറ്റ്സ് നീ ആയിരുന്നു വെച്ചോ BJP, ഈ ഒരു ആർഗ്യുമെന്റ് വന്നു. എനിക്കിപ്പോ ആ ഇത് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതായത് ഇപ്പം പറഞ്ഞ കേരളത്തിൽ ഇത് കുറവായതുകൊണ്ട് കുറയ്ക്കാൻ നോക്കുന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് ആവശ്യമുള്ള ആൾക്കാർ വരട്ടെ. ഐ മീൻ സൗത്തിൽ ഇച്ചിരി ഡിഫറൻറ്റ് ആണ് നോർത്തിലെ അപേക്ഷിച്ച്. എല്ലാവർക്കും എല്ലാവരും ഓരോ സ്റ്റേറ്റ് ഓരോ ഡിഫറൻറ്റ് ലാംഗ്വേജ് ആണ്, എല്ലാം ആണ്. അങ്ങനെ ഡിഫറൻറ്റ് ഇതുണ്ട്. പോപ്പുലേഷൻ കുറവാണ് താഴോട്ട് വരുമ്പോൾ തോറും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഇച്ചിരി താഴോട്ട് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളിപ്പോൾ ഫുൾ ഇന്ത്യയിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ കേസിൽ മൈനോറിറ്റി വരുന്നവരുടെ വോയിസസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ പാർലമെൻറ്റിലൊക്കെ പോയിരുന്നു പറയുമ്പോഴാണല്ലോ ഇവരെയൊന്നും ചിലപ്പോൾ കൺസിഡർ ചെയ്തൊന്നും വരില്ല. കാരണം മജോറിറ്റി ഓഫ് ആൾക്കാർ ഇത്രയും പേര് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മൈനോറിറ്റി എന്തായാലും കൺസിഡർ ചെയ്യുന്നു. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും എങ്ങനെ പോയാലും. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഒരു എന്താ പറയുക ഒരു ഇതുണ്ടാവും. സൗത്ത് നോർത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറേ കൂടെ എനിക്കൊന്നും എന്താ പറയുക ഒരു ഒന്നുകൂടെ സ്ട്രെങ്തൻ ആവാൻ തോന്നുന്നു. ആ ഒരു ഡിവിഷനും സൗത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു മൊത്തത്തിലൊരു ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആവും മൊത്തത്തിൽ. അത് നോർത്തിലുള്ളവർ എല്ലാവർക്കും വേറൊരു ലൈഫ് സ്റ്റൈൽ, വേറെ കൾച്ചർ പോലെയാ കാര്യം പറഞ്ഞ. ഐ മീൻ ഒറ്റ കൺട്രി ആണെങ്കിലും താഴോട്ട് വരുമ്പോൾ അത് ഞാൻ പറയുന്നതല്ല, പൊതുവെ സ്ഥലം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിപ്പോ മോദിയെ കുറിച്ച് പുള്ളി മറ്റേ തമിഴ്നാട്ടിൽ എവിടെ പോയിട്ടുണ്ടായിരുന്നു, നിറം മാറിയത് പുള്ളി ടാൻ അടിച്ചിട്ടാ പോയെ.
എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര സാധനം ഇറങ്ങുന്നുണ്ടായിരുന്നു. പുള്ളി ഇവൻ ഓണമാകുമ്പോൾ ഓണത്തിനിടും എൻ്റെ അറിഞ്ഞ മലയാളികൾക്ക് ഓണാശംസകൾ. തമിഴ്നാട്ടിൽ പോയിട്ട് പുള്ളി ടാൻ അടിച്ച് പോയതിൻ്റെ ഇത് എന്ത് സെറ്റപ്പ് എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കറിയില്ല അത് റേസിസം. അത് പുള്ളി ശരിക്കും ചെയ്തതാണോ അതോ, പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നും പുള്ളിക്ക് എന്താ പറ്റിയ അതും അറിയത്തില്ല. പക്ഷേ അല്ല അതിന്റെ വലിയൊരു ക്ലാരിറ്റി ഒന്നും അല്ലായിരുന്നു. അതിനി നമുക്ക് തോന്നിയതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ പുള്ളിയിൽ ഇച്ചിരി ബ്ലാക്ക് ആയിട്ടായിരുന്നു. വേറെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വീഡിയോ കാണിച്ചതിൽ പുള്ളി ഭയങ്കര വെളുത്തിരിക്കുന്നു. അപ്പൊ പുള്ളി അവിടെ പോയപ്പോ മേക്കപ്പ് ഇട്ടു, മറ്റൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ബ്ലാക്ക് ആയതാന്നൊരു ടാൻ ചെയ്ത് പോയതാ അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളത് ഇത് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടാവുന്നുള്ളത്. US ഗ്യാവിൻ ന്യൂസം പുള്ളി ഒരു സ്ഥലത്ത് ബ്ലാക്സിനെ കാണാൻ പോയതാ. ബ്ലാക്സിന്റെ അതിന്റെ മീറ്റിങ്ങിനിടയ്ക്ക് പുള്ളി പറഞ്ഞ് ഞാനും നിങ്ങളെ പോലെ എനിക്കും വായിക്കാൻ അറിയത്തില്ല അത്. പുള്ളി പക്ഷെ പുള്ളിയുടെ രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അത് ഞാൻ നിങ്ങളെ പോലെ ഐ ആം ഫ്രം ദി സ്ട്രീറ്റ്സ്, ഐ ഓൾസോ ഡോണ്ട് നോ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ് എന്നൊക്കെ. അതൊരുമാതിരി സപ്പോർട്ട് ചെയ്ത പോലെ ഉദ്ദേശം തോന്നുന്നു, പക്ഷെ കളിയാക്കിയത് പോലെ ആയിപ്പോയി. ആക്കലായിരുന്നു, പക്ഷെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. ആൾക്കാർ കറക്റ്റ് ഹോയിരുന്നു. പക്ഷെ അഗെയിൻ ഈ ഒരു സംഭവത്തിൽ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ആർഗ്യുമെന്റ് വന്നപ്പോഴത്തേനും മോദി സർക്കാർ അത് അഗെയിൻ അത് നിങ്ങൾ പറയാൻ എങ്ങനെ തോന്നുന്നു? കാര്യം അവർ പറഞ്ഞ സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഞങ്ങൾ അങ്ങനെയല്ല കൂട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം 540 എന്നുള്ളത് 800 സംതിങ് ആക്കി. അപ്പോൾ അത്രയും സീറ്റ്സ് കൂട്ടി. അപ്പോൾ കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇത്രയും ശതമാനമാണെങ്കിൽ 2 ആണെങ്കിൽ അത് 4 ആയിട്ട് കൂടും ലെറ്റ്സേ. ഇല്ലെങ്കിൽ ആ പ്രപ്പോർഷൻ അനുസരിച്ച് തന്നെ കൂടും, എണ്ണം വൈസ് കൂടും. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ കുറയുമല്ലേ? ഓവറോൾ സ്റ്റിൽ കോൺട്രിബ്യൂഷൻ സെയിം ആയിരിക്കും എന്ന്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് കേരളത്തിന് 3% കൂടിയെന്ന് വെച്ചാൽ അവിടുന്ന് 3% കൂടും. അപ്പോൾ ഓവറോൾ ആ പാർലമെന്റിൽ 800 കേരളത്തിന് സ്റ്റിൽ കോൺട്രിബ്യൂഷൻ സെയിം ആയിരിക്കും പണ്ടത്തെ തന്നെ. അതെ, ശതമാനത്തിൽ വ്യത്യാസം വരില്ല, പക്ഷെ ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ അവിടെ പിന്നെ വ്യത്യാസം വരില്ല. കാരണം ആൾക്കാരുടെ എണ്ണം 500 800 ആയി ഓൾറെഡി. എന്നിട്ട് അതിന്റെ 3% എന്ന് പറയുന്നത് ഇതിന്റെ 3% എന്ന് പറയുന്നതിന് വ്യത്യാസം ഉണ്ടല്ലോ. കറക്റ്റ്. അപ്പോൾ അത് പക്ഷേ ചില ആൾക്കാർ സ്റ്റിൽ ഓക്കെ ആയിരുന്നു. ബട്ട് ദെൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബില്ല് അവർ അങ്ങനെ പറഞ്ഞു, പക്ഷേ ആ ബില്ല് അവർ പുറത്തു വിട്ടപ്പോൾ അതിലില്ലായിരുന്നു, അതിലെഴുതിയിട്ടില്ല. അവരൊരു പർട്ടിക്കുലർ വാക്ക് പിടിച്ചു, പ്രോറേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആ പ്രോറേറ്റ് എന്നുള്ള വാക്ക് ബില്ലിലില്ലായിരുന്നു എഴുതി വന്നപ്പോഴത്തേന്. അതാണ് വേറെ ആർഗ്യുമെന്റ്. അത് സ്റ്റിൽ അങ്ങനെ അവതരിപ്പിച്ചു, ഓക്കെ ഇതെങ്കിലും വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ബില്ല് അവർ എഴുതി വന്നപ്പോഴത്തേന് അതില്ല. അതാണ് വേറെ ആർഗ്യുമെന്റ്. അതുകൊണ്ടാണ് ആ കത്തിക്കലും സംഭവമൊക്കെ നടന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഓരോരോ ടാക്ടിക്സുകൾ. ആൻഡ് അഗെയിൻ ഇലക്ഷൻ ജയിക്കുക എന്നുള്ളത് ഒബ്വിയസ്ലി റൂളിംഗ് പാർട്ടിയുടെ സംഭവമാണ്. അപ്പോൾ അവർ മാക്സിമം ശ്രമിക്കുക. അതിപ്പോൾ ഇവിടെ ആണെങ്കിലും US സംഭവങ്ങളൊക്കെ. സോ സർപ്രൈസിങ് അല്ല. അപ്പോൾ എന്തെങ്കിലും ഫൈനൽ തോട്ട്സും സംഭവം ഇതിൽ ആഡ് ചെയ്യാനുണ്ടോ? ഷൈനക്കാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ജ്യൂസിൻ്റെ ഇൻഫ്ലുവൻസ് ജ്യൂസിന്റെ ഇൻഫ്ലുവൻസ് എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിലാണെങ്കിലും മോദിജി ഇസ്രായേലിന്റെ ഓപ്പൺ സപ്പോർട്ടറാണ്. ചിലപ്പോൾ പുള്ളി പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഇസ്രായേൽ ഇസ് മദർലാൻഡ്, ഇസ്രായേൽ ഫാദർ. അങ്ങനെ പറയല്ലേ, ഈ വീഡിയോയ്ക്കും വ്യൂ കിട്ടത്തില്ല. അത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ പോഡ്കാസ്റ്റോടെ റാപ്പപ്പ് ചെയ്യുകയാണ്. ഇത് എപ്പിസോഡ് നമ്പർ 16 ആൻഡ് ദെൻ ഇനിയും വീണ്ടും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ കാണാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ ഇതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇട്ടായിരുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ആൾ പറഞ്ഞ കമൻറ്റാണ് ആ ഡീലിമിറ്റേഷൻ്റെ ടോപ്പിക്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കും സംഭവങ്ങളും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറഞ്ഞായിരിക്കുക. വി വുഡ് ലവ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ ദാറ്റ് ബീങ് സെഡ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റാപ്പപ്പ് ചെയ്യുകയാണ്. സോ ഗൈസ് ടേക്ക് കെയർ ആൻഡ് ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.